Hello guys, welcome back to your YouTube channel. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫുഡ് വ്ലോഗ്സ് ഒക്കെ ചെയ്ത് എല്ലാവരും ബോറടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൗൺ കാർക്കല എന്ന് പറയും. അപ്പോൾ ആ ടൗൺ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അവിടെ നിന്ന് തന്നെ ഒരു നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് ഇന്ന് അടിപൊളിയായിട്ട് ഇന്ന് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ കുറേ റിലീജിയസ് പ്ലേസസും പിന്നെ കുറച്ച് സൈറ്റ് സീയിങ് സ്പോട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം തുറന്നിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ തുറന്ന സംഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബാക്കിയുള്ള സംഭവമൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞ് എന്നാ തുറക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മച്ചാന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മച്ചാന്മാരൊക്കെ വീടുകളിൽ പോയി പിക്ക് ചെയ്ത് വരും. അപ്പോൾ എല്ലാവരും ഒരു പകുതി മയക്കത്തിൽ നമ്മളിനി നമ്മുടെ മച്ചാന്മാരെ കൂട്ടി നമ്മളിനി നമ്മുടെ കാർക്കല ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മൾ ഓരോ സംഭവത്തിൻ്റെ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം നമ്മുടെ മച്ചാന്മാരെയൊക്കെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. വഴി വരുന്നത് മംഗലാപുരത്തു നിന്ന് ബാംഗ്ലൂരിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വഴിയത് NH13. അപ്പം നമ്മളിപ്പോൾ NH13 പറഞ്ഞാലും ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരുപാട് വണ്ടികളോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പൊളിമച്ചാൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ ഒരു 3-4-5 കിലോമീറ്റർ കാണും. അത്ര അകലങ്ങളിലുള്ള വീടുകൾ കിടക്കണം, അടുത്തടുത്തൊന്നുമല്ല നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ടൗൺ എത്താറായി. നമ്മൾ എന്താവശ്യത്തിന് ഈ ടൗണിലേക്ക് വരുന്നത്. ഈ ടൗണിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബജഗോളി എന്ന് പറയും. മംഗലാപുരം, ബെൽത്തങ്ങാടി, ധർമ്മസ്ഥല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷനായത്. ബാംഗ്ലൂർക്കും പോകാൻ പറ്റും. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയോണ്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിനി സ്ട്രെയിറ്റാണ് പോകണ്ടേ. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് പൊളിമച്ചാനെ അനിൽ മച്ചാനെയും കൂടെ പിക്ക് ചെയ്യാൻ പോവാം. ഇറങ്ങി വാടാ, ഇറങ്ങി വാ. അപ്പോൾ നമ്മൾ അനിൽ ബ്രോയിനെ പിക്ക് ചെയ്യാൻ പോവാം. പുള്ളി ഇതിലെങ്ങാണ്ട് ഷോർട്ട് കട്ടിൽ കൂടെ ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞേക്കണേ, കാണാനില്ല. മാൻകുട്ടി തുള്ളിച്ചാടി വരണ പോലെ അതേ വരുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ 7 മണിക്ക് കേൾക്കണം പട്ടികളെ. നമ്മുടെ 6:30 ഇതേ പൊളിമച്ച വിളിച്ചു. നമ്മളെ ചായ കുടിച്ചത് 7:30 മണിക്കാണ്. നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു കയറിയ റോഡിലേക്ക് നമ്മളിപ്പം തിരിച്ചെത്തിയിട്ടുണ്ട്. മച്ചന്മാരൊക്കെ പിക്ക് ചെയ്ത് അപ്പം നമ്മളിനി ഇതേ ഹൈവേ കയറി. ഇനി നമ്മൾ നേരെ ഇത് മംഗലാപുരം റൂട്ടാ. ഇതിൻ്റെ ഇടയ്ക്കൂടെ റോഡ് പോകുന്നതിൻ്റെ അതിലെയാണ് ജസ്റ്റിൻ മച്ചാൻ വീട്. ഇതാണ് നമ്മുടെ ജസ്റ്റിൻ മച്ചാൻ്റെ വീട്. എവിടെയാണോ കാണാൻ പോലും ഇല്ല. ഇറങ്ങിപ്പുണ്ട്. എനിക്ക് വടിഞ്ഞ ചിരി വേമാ കുടിച്ചിട്ട്. ഇതാണ് ജസ്റ്റിൻ മച്ചാൻ വരുന്നുണ്ട്. ഇനി പുറകിലേക്കൊന്നും തിരിഞ്ഞു നോക്കണ്ട, പെട്ടെന്ന് കയറിക്കോ. നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോകാനാണ്. ജസ്റ്റിൻ മച്ചാൻ്റെ അമ്മയുണ്ട്. ഇപ്പം അപ്പം അങ്ങനെ നമ്മുടെ ജസ്റ്റിൻ മച്ചാനെ ഒരുവിധം പുറത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മച്ചന്മാരെല്ലാവരും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പുറകിലെ മച്ചാനോ ഓൺലൈൻ ക്ലാസ് അവരവിടെ ഓൺലൈൻ ക്ലാസ്സാണെന്ന് തോന്നുന്നു. ഇതിൽ അപ്പോൾ നമ്മുടെ റൈറ്റിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ടൗൺ കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മംഗലാപുരം തന്നെയാണ്. പിന്നെ സ്ട്രെയിറ്റ് പോയാലും മംഗലാപുരത്തേക്ക് പോകണം. രണ്ട് റൂട്ടാണ്. അങ്ങോട്ടേക്ക് പോകുന്നത് പടുബിദ്രി റൂട്ടാണ്, ഇങ്ങോട്ടേക്ക് പോകുന്നത് മൂടുബിദ്രി റൂട്ടാണ്. രണ്ടും മംഗലാപുരത്തേക്ക്. ഇത് ഇച്ചിരി ലോങ്ങറാ. ഇങ്ങോട്ടേക്ക് നമ്മൾ മുംബൈ, ഗോവ അങ്ങോട്ടേക്കെല്ലാം ഈ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കാർക്കല ടൗണിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് എടുക്കുക. ഇതൊരു പാർക്കും അങ്ങനെ ഒരു ടെമ്പിളൊക്കെ കൂടിയ ഒരു സംഭവമാണ്. നമ്മൾ തിരിച്ചു വരുമ്പം ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും.
ആദ്യം ചതുർമുഖ ബസ്തി എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. അതൊരു അമ്പലമാണ്. അവിടെ ആദ്യം നമുക്ക് പോകാം. ആദ്യത്തെ സ്പോട്ട് തന്നെ മൂഞ്ചി കഴിച്ചു അടച്ചേക്കോ. തുറക്കുമ്പോൾ നമ്മൾ വേറൊരു ദിവസം വന്ന് ഇവിടെ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ റോഡ് വെച്ചാൽ എല്ലാം വായിച്ചു നോക്കുന്നുണ്ട്. അതെ 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 നമ്മുടെ നേരത്തെ പറഞ്ഞ പാർക്കും അമ്പലവും കൂടെ കൂടിയ സ്ഥലത്ത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി ശേഷം അവിടെ ഇറങ്ങി കഴിഞ്ഞു നോക്കാം. നമുക്ക് അകത്ത് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് പോവാം. ഇവിടെ മോസ്റ്റ് ഓഫ് അമ്പലങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആണ്. അപ്പം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ പണികളൊക്കെ. എന്നാലും നമുക്ക് നോക്കാം. ഇതിന്റെ പേര് ആനക്കേരയെന്ന്. ആനയെന്ന് പറഞ്ഞാൽ വലിയത്, കേരയെന്ന് പറഞ്ഞാൽ കുളം. അപ്പം വലിയ കുളം എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ഇതിന് നടുക്കി അമ്പലം നല്ല അടിപൊളിയാണ് കാണാം. ഇപ്പം അമ്പലം മുഴുവൻ പൊളിച്ചു, പുതുതായിട്ട് പണിയാൻ വേണ്ടി ഇരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഫുള്ള് ചെളി പിടിച്ച് കിടക്കും. അങ്ങോട്ടേക്ക് പോകാനേ പറ്റത്തില്ല. ഒന്ന് അതിൻ്റെ സറൗണ്ടിങ് ഒന്ന് കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ നമ്മൾ വേറൊരു വ്ലോഗ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇത് കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന അമ്പലവും കാണാൻ അടിപൊളിയാണ്. നമ്മളിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. 4 സൈഡും വെള്ളമായിരിക്കും. അടുക്കൊരു ഐലൻഡ് പോലത്തെ സ്ഥലത്ത് അമ്പലവും, പിന്നെ ചുറ്റും ആമ്പൽ ഇങ്ങനെ പൂത്ത് നിൽക്കും. പിന്നെ ഫുള്ള് വൈൽഡ് ഡക്സ് ആയിരിക്കും ഇതിനകത്ത് മുഴുവൻ, ഈ കാട്ടുതാറാവുകളൊക്കെ. അങ്ങനെ അടിപൊളി സംഭവമായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ ഒരു എഫക്റ്റാണ്. മൊത്തം കുളം. ഒരു 10% ഭംഗി 20% ഭംഗി പോലും ഇപ്പം ഇല്ല ഇതിന്. പിന്നെ അത് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ് അത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു നടപ്പാതയുണ്ട്. നമുക്കിത് ഫുള്ള് ചുറ്റി കറങ്ങി കാണാൻ വേണ്ടി. അപ്പം അത്യാവശ്യം കാടൊക്കെ പിടിച്ച് കിടക്കാം. എന്നാലും നമ്മൾ കുറച്ച് ദൂരം പോയി നോക്കാം. ഈ നടപ്പാത ഇങ്ങനെ കറങ്ങി ആ കാണുന്ന കാടിൻ്റെ ഇപ്പുറത്തെ വരമ്പത്തൂടെ കറങ്ങി നമ്മുടെ റോഡിൽ ചെന്ന് ചാടും. നമുക്ക് കുറച്ച് ദൂരം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മളിങ്ങനെ തിരിക്കുക. കാരണം മടുത്തു. അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ കാണാം. ടൗണിലേക്ക് പോകുന്ന വണ്ടികളും ടൗണിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം അതിലേ വരും. വേറെ റൂട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വന്ന വഴി ബൈപ്പാസ് കൂടിയൊക്കെ വരുമ്പോൾ നേരെ ആ വഴി തന്നെ നേരെ ടൗണിലേക്ക് പോകുള്ളൂ. അതായത് നമ്മുടെ മച്ചന്മാരൊക്കെ പോയി. ഇത് തൊട്ടടുത്ത പാർക്ക്, ഇത് ആ കാണുന്ന പാർക്ക്. അപ്പോൾ അവിടേക്ക് പോവാം. നമ്മുടെ മച്ചന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകം പോലെ പണിതേക്കണ. പാർക്കിലെ റോൾസിന്റെ കുറെ ഓർമ്മകളൊക്കെ ഉണ്ട്. ഉണ്ട്. നിന്റെ ഇല്ലായിരിക്കും അല്ലേ? പിന്നെ നാട്ടുകാർ ഓടിച്ചിട്ട് തള്ളുന്നത്. നിന്നെ ആ മരത്തെ കെട്ടിയിട്ടല്ലോ അല്ലേ ഇത്? ആ കാണുന്ന നമ്മൾ കണ്ട അമ്പലം. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ നമ്മൾ വന്ന് മെയിൻ റോഡിൽ കയറി അങ്ങനെ നമ്മൾ ഈ പാർക്കിലേക്ക് വന്നേ. അപ്പോൾ ഇതിൻ്റെ എൻട്രി അതിലെ എൻട്രി അത്യാവശ്യം വലിയൊരു പാർക്കാണ്. ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന. അപ്പോൾ ഗൈസ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ ടൗണിലേക്ക് പോവാം. നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും ഇല്ലേ? നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് എന്നിട്ട് നമ്മൾ ഇതിലൊരു ടേൺ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഇനി പോണത് നേരെ ആ വഴി നേരെ നമ്മൾ ടൗണിലേക്ക് പോവാം. നമുക്ക് ടൗണൊക്കെ കാണാം. നമ്മൾ ടൗണിലേക്ക് കടന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. അത്യാവശ്യം വലിയ ടൗണാണ് കാർക്കള എന്ന് പറയുമ്പോൾ. നമ്മളിനി ടൗണിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടൗൺ കിട്ടുന്നത്. ലെഫ്റ്റിലുണ്ട്, റൈറ്റ് സൈഡിലേക്ക് മെയിൻ ടൗണൊക്കെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ടൗണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഒരു അമ്പലമുണ്ട് റോഡ് സൈഡിൽ തന്നെ, ഒരു വലിയൊരു അമ്പലം. അത് we have got Deepa along with us. Yeah, she's our friend. She has something to say about the channel. Yeah. I'm a huge fan of the channel already. I don't even understand the language, but still I watch it because of these guys. Thank you so much. Thank you so much. Yeah. It's really fun to watch whatever you guys are doing. Okay. Like cooking and the tree house and the nature, everything is really good. All the best for you guys. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവാം. നമ്മൾ ഇതിലേ വന്നത്
അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡ്. മംഗലാപുരത്ത് നിന്ന് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ആദ്യം വന്നിറങ്ങണം ഇവിടെ. എല്ലാ സൈഡിലേക്ക് ഇപ്പോൾ നമ്മൾ മുടുപ്പി മംഗലാപുരം എന്നൊക്കെ എവിടെ നിന്ന് വന്നാലും നമ്മൾ ആദ്യം ഇവിടെ വന്നിറങ്ങണം. കാർക്കല ടൗൺ ഇനി അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ടൗൺ കിടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ടൗൺ പയ്യെ വിട്ടു. ഇത് വേറൊരു അമ്പലം. ഇവിടെ ആക്ച്വലി ഒത്തിരി അമ്പലങ്ങളുണ്ട് ചുറ്റളവിൽ കാർക്കല തന്നെ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്നൊരു റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മളിനി ഇപ്പോൾ ഒരു ലേക്കിലേക്ക് വന്നു. ഇതാ നമ്മുടെ ഈ കോർട്ടും ഇവിടുത്തെ കോടതിയും പിന്നെ എന്താണോ കോർട്ട് കോംപ്ലക്സ് കാർക്കല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോടതിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. RTOയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെയാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി. താഴെ ആ രാമസമുദ്രം എന്ന് പറഞ്ഞ ലേക്ക് ഇരിക്കണേ. പയ്യെ താഴേക്ക് വന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഇവിടെ എത്തി. ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതാ നമ്മൾ പറഞ്ഞ ലേക്ക്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കും. ഇവിടെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ താമസമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ യാത്ര ചെയ്യണവർക്കൊക്കെ ഇങ്ങനെ വന്ന് കിടക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അകലങ്ങളിൽ യാത്ര ചെയ്യണവരൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിവിടെ വലുതായിട്ട് അങ്ങനെ ഒരു വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് നമ്മളിനി തിരിച്ചു പോവാണ്. ഇത് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മൾ അടുത്ത് പോകേണ്ട സ്ഥലവും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് കറങ്ങി ഇതാ നമ്മുടെ ഓറുള്ളൂ. അവിടെ കാണുന്ന ഒരു മലയുടെ മുകളിൽ സ്റ്റാച്ചു ഉണ്ടല്ലോ, മലയുടെ മുകളിൽ. അവിടേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്മാൾ ബ്രേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നാരങ്ങ വെള്ളവും സ്മാൾ ബ്രേക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ബജി പോലെ സംഭവം അത് സമൂസ കൂടെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി മേടിച്ചു. ഇത് നമ്മുടെ ജസ്റ്റിൻ മച്ചാൻ കളിച്ച് പയറ്റി തെളിഞ്ഞ ഗ്രൗണ്ടാണ് ഇത്. ജസ്റ്റിൻ മച്ചാന്റെ ലോങ് ഫ്രീ കിക്ക്, കോർണർ, ബനാന കിക്ക് ഒക്കെ ഗോളി ആയതുകൊണ്ട് അവൻ എത്ര ഗോൾ കൊണ്ട് അടിക്കാൻ പറ്റില്ലേ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റാച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റി അതിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട് വണ്ടി കയറാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്സ് മുഴുവൻ കയറണം. അപ്പോൾ നമ്മൾ ചുളുവിൽ അതിലേക്ക് കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോവാം. കയറാൻ പറ്റിയാൽ അടിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് സ്റ്റെപ്പിൽ കൂടെ വലിഞ്ഞ് കയറുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ വെഹിക്കിൾസിനൊക്കെ കയറാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അത് മൂഞ്ചി നേരെ ലോക്ക് ചെയ്തിട്ടേക്ക് അവർ. നമുക്കതൊരു 45 ഡിഗ്രിയിൽ പൊക്കാനൊന്നും വണ്ടി അറിയാത്തതുകൊണ്ട് നമ്മളതുകൊണ്ട് റിവേഴ്സ് എടുത്തിട്ട് വൈകിട്ട് തിരിച്ചു. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകാം. തിരിച്ച് അതേപോലെ പോയിട്ട് അതിലെ ഉള്ള നോർമൽ ആൾക്കാരൊക്കെ കയറുന്ന പോലെ നമുക്ക് നടന്നു കയറാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇറങ്ങി ഇവിടെ നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റാച്ചു എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ജൈനന്മാരുടെ ഒരു ദൈവമാണ്. അപ്പോൾ നമ്മളിവിടെ ടൗണിൽ നിന്നൊന്നും അധികം ദൂരമല്ല ഇത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനിപ്പോൾ 300 അടി മേളിലാണ് ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. 42 അടിയുടെ ഒരു ഒറ്റ കല്ലിൽ പണിത സ്റ്റാച്ചു നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡോൺ വരുന്നില്ല, അവന് പരീക്ഷയുണ്ട്. അവനപ്പം ഇപ്പം എക്സാം എഴുതാനുള്ളതുകൊണ്ട് അവനിവിടെ ഇരുന്നു. അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഒന്നുമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ബാഹുബലി സ്വാമിയുടെ ഒരു സ്റ്റാച്ചു അവരിങ്ങനെ വെച്ചേക്കണേ. അത് 42 അടി ഒറ്റ കല്ലാട്ടോ, വലിയൊരു സ്റ്റാച്ചുവാണ്. ഇത് ഫുള്ള് വെട്ടുകല്ല് അടുക്കി വെച്ചേക്കും. ഇതിനകത്തൊരു മണ്ണ് പോലും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. എയർ
ഏറെക്കുറെ നാട്ടിലെ ഒരു സെയിം അവസ്ഥ തന്നെ ഇവിടെയും. ക്ലൈമറ്റ് ആയാലും ഇപ്പം കൾച്ചറും ട്രഡീഷൻസൊക്കെ ഇച്ചിരി ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ബാക്കിയുള്ള ജോഗ്രഫിക്കലി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എല്ലാം നമ്മുടെ നാട്ടിലെ അതേ അവസ്ഥ കേട്ടോ. ഈ കാണുന്ന ഫുള്ള് തെങ്ങ. ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ അകത്തെ വ്യൂസ് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. പെർമിഷൻ ഒന്നും ഇല്ല, എന്നാലും നമുക്ക് പയ്യെ നോക്കാം. ഇവിടെ നിന്ന് കാണാൻ കഴിച്ചു നമ്മുടെ സ്റ്റാച്ചു. എന്ത് വ്യൂ ആണെന്നുണ്ട് കഴിച്ചു, അടിപൊളി. 42 അടി പൊക്കമുള്ളൊരു സ്റ്റാച്ചു. അത് നമുക്ക് നോർമലി ഇത് തുറന്നൊക്കെ ഇടാറ്. ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ പ്രമാണിച്ച് അടച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓവറായിട്ട് അകത്ത് പോകുന്നില്ല, കാരണം അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോണ്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരിക്കലും വെള്ളം പറ്റാത്തൊരു പോണ്ട്. ഇത്ര ഹൈറ്റിലുള്ളൊരു പാറയുടെ മുകളിലുള്ളൊരു പോണ്ടായത്. പക്ഷെ എന്നാലും എത്ര വേനൽ വന്നാലും ഇതിനകത്ത് വെള്ളം പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോൾ ഇതിലെയാണ് കയറി വരുന്നത്. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുക. നമ്മളിപ്പോൾ ഏറെക്കുറെ ഒരു അത്യാവശ്യം മടുപ്പൊക്കെ തീർത്ത് മുകളിലിരുന്ന്. അപ്പോൾ നമ്മളിനി താഴെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ ജസ്റ്റ് മച്ചാനെ നമ്മൾ കൊണ്ടുവിടുക. കാരണം വീട്ടിൽ ഇതേ RT-PCR ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ അവൻ്റെ വീട്ടിൽ നിന്ന് വിളിയെല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് അവൻ്റെ അപ്പൻ ഇടയ്ക്ക് ചിലപ്പോൾ സാധനം മേടിക്കാൻ ടൗണിൽ കൂടെ ഒക്കെ വരുന്നത് കൊണ്ടും അവനധികം പുറത്തുകൂടെ ചുറ്റിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവന് ഇന്ന് തന്നെ ചിലപ്പോൾ തിരിച്ച് ഖത്തറിലേക്ക് വിടും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. പിന്നെ ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ ജസ്റ്റ് മച്ചാൻ ഖത്തറിൽ എത്തിയിരിക്കും. അതുകൊണ്ട് അവന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിനി ഓൺ ദ വേ നമ്മൾ ജസ്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ നമ്മൾ ആദ്യം പറഞ്ഞ ബൈപ്പാസിലെത്തും. അപ്പോൾ ഗൈസ് നമ്മൾ ജസ്റ്റ് മച്ചാനെ വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബൈപ്പാസ് കിട്ടി. അപ്പോൾ നമുക്ക് നേരെ പോയാലും നമുക്ക് ചർച്ചിലേക്ക് എത്താം. പക്ഷെ നമ്മൾ അതിലെ എക്സിറ്റ് അതിലെ, അപ്പോൾ അതിലെ നമ്മൾ തിരിച്ചു വരുന്ന അതിലായിരിക്കും. റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ടൗൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചർച്ചിലേക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. മൂകാംബിക, ഉടുപ്പി, പിന്നെ കൊടജാദ്രി, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഉടുപ്പി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാർക്കല ടൗൺ. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് എടുക്കുക. അപ്പം ഇവിടെ ഒരു ആർച്ചുണ്ട് നമുക്ക് പള്ളിയുടെ ഒരു സിമ്പലായിട്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രിയിലും എക്സിറ്റിലും രണ്ട് ഇതുപോലത്തെ ഒരു ഗേറ്റ് വേ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആർച്ച് പോലെ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ വണ്ടി ഇങ്ങോട്ടൊന്നും അലൗഡ് അല്ല, താഴെ തന്നെ നിർത്തണം. കാരണം ഇവിടെ ഫുള്ള് ഈ സ്റ്റോൾസും പിന്നെ ആൾക്കാരുടെ തിരക്കുമായിരിക്കും. ഇത് നമ്മുടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു പള്ളിയായത്. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ആര് വന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആരുടെ വീട്ടിൽ ആര് വന്നാലും ആദ്യം ഒന്ന് കാണിക്കാനൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം കൊണ്ടുപോകുന്ന സ്ഥലമാണിത്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നല്ല ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ചേർച്ച അത്. പിന്നെ ഇതിൻ്റെ പുറകിലൊരു മിറാക്കുലസ് പോണ്ടൊക്കെ ഉണ്ട്. നമുക്ക് അതിന് ഒരുപാട് ഫാക്ട്സ് ഉണ്ട് അതിൻ്റെ പുറകിൽ. പക്ഷെ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും അറിയില്ല. പള്ളി എന്ന് പറയുമ്പോൾ ഒരുപാട് പഴക്കമുണ്ട്. 1700-ലെങ്ങാണ്ട് പോർച്ചുഗീസുകാർ പണിത പള്ളി അത്. ഇപ്പം നമുക്ക് ആക്ച്വലി ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഈ പള്ളിയുടെ കഥയൊക്കെ അടച്ചിട്ടേക്കണേ, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നോക്കാം, ചില ബാക്കിലെ ഡോർ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും. നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം. അച്ഛന്മാരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോളുണ്ട്, നമ്മുടെ ഈ കൊന്തയും അങ്ങനത്തെ രൂപങ്ങളൊക്കെ മേടിക്കാനുള്ളത്.
ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പിൽ കൂടെ വന്ന് ഇവിടെ നമ്മൾ വെള്ളം ഇങ്ങനെ ഇവിടെ നേർച്ചയിട്ട് വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതിലെ ഈ ഒരു നടപ്പാതയിൽ കൂടെ ഇങ്ങനെ ഒരു വലം വെച്ചിട്ട് ഇങ്ങനെ വലം വെച്ച് വന്ന് നമ്മളിവിടെ ഇവിടെ പുണ്യാളനുണ്ട്. ഇപ്പോൾ പുണ്യാളൻ ഇച്ചിരി കൂടെ പൊക്കി അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ താഴെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുണ്യാളനെ കണ്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ ഇതിലെ ചുറ്റി തിരിച്ചു പോകാനുള്ള ഈ ഒരു ഇങ്ങനൊരു ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ വന്നത് ആ വഴിയാണെങ്കിൽ നമ്മളിത് ഈ വഴി എക്സിറ്റ് ചെയ്തില്ല. ഇതിപ്പോൾ മംഗലാപുരം നമ്മൾ മറ്റേ പടുപതിരി റൂട്ട് വരുന്ന ആൾക്കാരൊക്കെ കയറി വരും. നമ്മളിപ്പം ആ ഹൈവേയിലേക്ക് ചെന്ന് ചാടും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ബൈപ്പാസിലേക്ക് പോകും. ഇതാണ് നമ്മുടെ അടുത്ത ആ ഒരു ആർച്ച് പോലത്തെ. അപ്പോൾ നമ്മൾ ഇതിന് ഹൈവേയിലേക്ക് ചെന്ന് ചാടുക. നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മംഗലാപുരത്തേക്കുള്ള റൂട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബൈപ്പാസ് കിട്ടും. നമ്മൾ ബൈപ്പാസ് അടുത്തു. നമുക്ക് സ്ട്രെയിറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. നമ്മൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് റൂട്ടിൽ നിന്ന് വന്നത്. നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാർക്കല ടൗൺ, ഇപ്പോൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ മംഗലാപുരത്തേക്കുള്ള ഒരു റൂട്ടാണ്, മൂടുപുത്തിരി റൂട്ട്. നമ്മളിപ്പം ടൗണിലേക്ക് പോകാം. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ടൗണിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫേമസ് ബിരിയാണി സെൻ്റർ ഉണ്ട്. അപ്പം അവിടേക്കാണ് പോകണേ. തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടേക്ക് ഓഫ് ഉണ്ട്. ടോമഞ്ചിൽ എന്ന പേര്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ഫുഡ് കഴിച്ചു. പൊളിമച്ചാൻ തീർത്തു. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരോടൊക്കെ ചോദിക്കാം. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ്. ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ടോമൻ ചില്ലി. കബാബ് എല്ലായിടത്തും അല്ല, കബാബ് നമുക്ക് ഏത് പീസ് വേണം ആ പീസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അത് ചിക്കൻ ആണെങ്കിൽ പോലും കറക്റ്റ് ടെൻഡർ പീസാണ്, കറക്റ്റ് സോഫ്റ്റ് ആണ്. അത് ഈ മസാല കൂട്ടി ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാണല്ലോ ഇങ്ങോട്ടേക്ക് എടുക്ക്. ആ എടുക്കുന്നത് വേറെ ലെവൽ സാധനമാണ്. കഴിക്കുമ്പോൾ എനിക്ക് കണ്ണും കാണുന്ന ചെവിലാണ്. ഇവിടുത്തെ ഫുഡിനോട് കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ നിന്നൊക്കെ നമ്മൾ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് അത്രയും ദൂരത്ത് വന്നിട്ട് ഇത് വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നു. വലിയ കടയൊന്നും അല്ല കഴിച്ചത്, അത് ചെറിയൊരു കടയാണ്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ്. ഇവർ ബിരിയാണി മാത്രം ഇവിടെ ചെയ്യുന്നത് അടിപൊളി സംഭവമാണ്. എല്ലാവരും ഇവിടെ കാർക്കല വരുന്നവർ എപ്പോഴും ട്രൈ ചെയ്യേണ്ട ഒരു കടയാണ്. അഫോർഡബിൾ ആണ്. ഉള്ളിന് എത്രയാണ്? ഉള്ളിന് 120 എത്ര. ഇവിടെ കാർക്കല വരുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ബിരിയാണി. ഇവിടെ അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല, ബിരിയാണിയും കബാബും മാത്രമേ ചെയ്യുന്നുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയേക്കുക. അപ്പോൾ നമ്മുടെ മച്ചാന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ജസ്റ്റിൻ മച്ചാനെ ഓൺ ദ വേ ഇറക്കി വിട്ടു വീട്ടിൽ. അപ്പോൾ നമ്മുടെ റോണി മച്ചാൻ ഇനി നാളെ പുള്ളി പോവാണ് നമ്മുടെ മേജർ സെമിനാറിലേക്ക്, ആലുവയിലേക്ക് പോവാ പഠിത്തത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മുടെ കൂടെ റോണി മച്ചാൻ കാണില്ല. ഇനി നമ്മുടെ ജസ്റ്റിൻ മച്ചാനും ചിലപ്പം ഇനി അടുത്ത വീഡിയോകളിലൊന്നും നമ്മുടെ കൂടെ കാണാൻ ചാൻസ് ഇല്ല. പുള്ളിയും തിരിച്ച് ഖത്തറിലേക്ക് പോവാം.
അപ്പം നമ്മുടെ മംഗലാപുരത്ത് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടൗണും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇനി നമ്മൾ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ്, പിന്നെ അതുപോലെ ഒരുപാട് പിക്നിക് സ്പോട്ട്സ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പം എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യണം. നമുക്കറിയാം കറക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കറക്ഷൻസും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.